ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസാണ്. നമ്മൾ ഓൾറെഡി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബഹിരാകാശവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ചന്ദ്രനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും അത് കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാ വീഡിയോസിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എല്ലാം കണ്ടു തീർക്കുക കേട്ടോ. എന്നിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് ക്വിസ് അറ്റൻഡ് ചെയ്യുക, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണയായി എല്ലാ വർഷവും ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കി തന്നെ പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി. മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം നാസയാണ്. പഠിച്ചു പോകുക കേട്ടോ. മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസിയാണ് നാസ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ: ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം വരുന്നത് അപ്പോളോ 11. നമുക്കറിയാം 1969 ജൂലൈ 20 മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ എത്തി. ജൂലൈ 21 ചന്ദ്രനിൽ കാലുകുത്തി. അപ്പോൾ ഈ ഒരു ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകം ഏതാണ്? അപ്പോളോ 11 ആണ്. ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. നാലാമത്തെ ചോദ്യം: ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. അപ്പോൾ പഠിച്ചു വെക്കുക. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ: ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം വാലന്റീന തെരേഷ്കോവ. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലന്റീന തെരേഷ്കോവ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. എന്നാണ് ഭൗമദിനം ആചരിക്കുന്നത്? എന്നാണ് ഭൗമദിനം ആചരിക്കുന്നത്? ഉത്തരം വരുന്നത് ഏപ്രിൽ 22 എന്നാണ് ഭൗമദിനം ആചരിക്കുന്നത്. ഏപ്രിൽ 22 ഭൗമദിനം ആചരിക്കുന്നത്. ഓക്കെയാണ്. എല്ലാവരും പഠിച്ച് തന്നെ പോവാട്ടോ. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം വരുന്നത് ഗലീലിയോ ഗലീലി. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഓക്കെ. എട്ടാമത്തെ ചോദ്യം: ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, കോപ്പർനിക്കസ്. ആരാണ്? കോപ്പർനിക്കസ് ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാണ് കോപ്പർനിക്കസ്. ഓക്കെ ആണോ? ഒമ്പതാമത്തെ ചോദ്യം: ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വരുന്നത് ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഏതാണ് ഭൂമിയുടെ ഇരട്ട? ശുക്രനാണ്. അടുത്ത ചോദ്യം: അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയത് ആരാണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ ഒരു ഗാനം എഴുതിയത് ആരാണ്?
ഉത്തരം ONV കുറുപ്പ്. ആരാണ്? ONV കുറുപ്പാണ് ഈ ഒരു നാടകഗാനം എഴുതിയത്. ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആദ്യമായി തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? ആദ്യമായി തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 1963. ആദ്യമായി തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചത് 1963. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ തുമ്പയിൽ നിന്നും ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് 1963. ഓക്കെ ആണോ? 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രനാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശ്രദ്ധിക്കുക, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. അടുത്ത ചോദ്യം ഇതാണ്. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക അമേരിക്കയുടേതാണ്. ഓക്കെയാണ്. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക അമേരിക്കയുടേതാണ്. 14ാമത്തെ ചോദ്യം. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ ഒപ്പിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ ഒപ്പിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ആരാണ്? റിച്ചാർഡ് നിക്സൺ. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അതായത് 1969 നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചാന്ദ്രയാത്രയ്ക്ക് പോകുമ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ആണ് ആ ഒരു ഫലകത്തിൽ ഒപ്പിട്ടത്. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും സഞ്ചരിച്ച ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂളിൻ്റെ ഗോവണിയിലാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫലകം ഘടിപ്പിച്ചിരുന്നത്. പേടകത്തിൻ്റെ ഈ ഭാഗം ചന്ദ്രനിൽ തന്നെ ഉപേക്ഷിച്ചതിനാൽ ഈ ഫലകം ഇന്നും അവിടെയുണ്ട്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശൂന്യാകാശത്തിലെ കൊളംബസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് നീൽ ആംസ്ട്രോങ് ആണ്. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് നീൽ ആംസ്ട്രോങ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന നീൽ ആംസ്ട്രോങ് ആണ് ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 16ാമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് പറയുന്ന പേരെന്താണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി എപ്പോൾ? 1969 ജൂലൈ 21. ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം പ്രശാന്ത സമുദ്രം. എന്താണ്? പ്രശാന്ത സമുദ്രം എന്നാണ് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം നോക്കാം. ചൊവ്വ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ചൊവ്വ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ്. ചൊവ്വ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. മംഗൾയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകത്തെ വിജയകരമായി എത്തിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ചൊവ്വ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഓക്കെയാണേ. 18ാമത്തെ ചോദ്യം ഇതാണ്. ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരുന്നത് ചന്ദ്രൻ. ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്. ഓക്കെ. 19ാമത്തെ ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കലാം സാറ്റ്. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാം സാറ്റ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവൻ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാ ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തരാൻ പോകുന്നത്. ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഉത്തരം കിട്ടാത്തവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ആ ചോദ്യം ഉത്തരം പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.